ജീവൻ നൽകിയിടും ജീവന്റെ അപ്പം നീ, ദാഹം തീർക്കും ജീവനദി. വേറൊന്നിനാലും ഞാൻ തൃപ്തനാകില്ല, എൻ്റെ ദാഹം നിന്നിൽ തന്നെ. ജീവൻ നൽകിയിടും ജീവന്റെ അപ്പം നീ, ദാഹം തീർക്കും ജീവനദി. സ്നേഹിക്കും സ്നേഹിക്കും സ്നേഹിക്കുന്നേ യേശുവേ, സ്നേഹിക്കുന്നേ 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 യേശുവേ. വേറൊന്നിനാലും ഞാൻ തൃപ്തനാകില്ല, എൻ്റെ ദാഹം നിന്നിൽ തന്നെ. ജീവൻ നൽകിയിടും ജീവന്റെ അപ്പം നീ, ദാഹം തീർക്കും ജീവനദി. വേറൊന്നിനാലും ഞാൻ തൃപ്തനാകില്ല, എൻ്റെ ദാഹം നിന്നിൽ തന്നെ. ജീവൻ നൽകിയിടും ജീവന്റെ അപ്പം നീ, ദാഹം തീർക്കും ജീവനദി. ദിവ്യകാരുണ്യമായ ഈശോയെ, ഞങ്ങളെ സ്നേഹിക്കുന്നേ യേശുവേ, സ്നേഹിക്കുന്നേ യേശുവേ. ഈശോയെ നോക്കി ഒരിക്കൽ കൂടി പാടാം. സ്നേഹിക്കുന്നേ യേശുവേ. ആവർത്തിച്ച് പാടാം. ദിവ്യകാരുണ്യനാഥനെ നോക്കി. സ്നേഹിക്കുന്നേ യേശുവേ. ഒരിക്കൽ കൂടി. ജീവിതത്തിന്റെ നാഥനും രക്ഷകനുമായ ഈശോയെ ഏറ്റു പറഞ്ഞുകൊണ്ട് പാടാം. വിശ്വാസത്തോടെ പാടാം. യേശുവിന്റെ കൂടെ ദിനവും, യേശുവിന്റെ ചാരേ ദിനവും, യേശുവിന്റെ കൂടെ ദിനവും, യേശുവിന്റെ ചാരേ. ഈശോയോട് ചേർന്നിരുന്ന് പാടി പ്രാർത്ഥിക്കാം. ഈശോയെ ചേർന്ന് പാടാം. സ്നേഹിക്കുന്നേ യേശുവേ, സ്നേഹിക്കുന്നേ യേശുവേ. സ്നേഹിക്കുന്നേ യേശുവേ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമായ ഈശോയെ, മുഴു ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ കൂടെ ആയിരിക്കുവാൻ ദിവ്യകാരുണ്യ അപ്പമായി മാറി തിരുസഭയിൽ അനുദിനം പരികർമ്മം ചെയ്യപ്പെടുന്ന പരിശുദ്ധ ബലിയർപ്പണങ്ങളിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി വന്ന ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്ന അവിടുത്തെ കാരുണ്യത്തെ ഞങ്ങളെ തിരിച്ചറിയുന്നു. ആരാധനയും സ്നേഹവും സ്തുതിയും പുകഴ്ചയും അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. അങ്ങയുടെ സന്നിധിയിലിരുന്ന് അവിടുത്തെ തിരുഹിതം തിരിച്ചറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളോട് സംസാരിക്കണമേ. തിരുസഭയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായ എഴുതപ്പെട്ട തിരുലിഖിതങ്ങളിൽ, ദൈവവചനത്തിൽ വെളിപ്പെടുന്ന ദൈവഹിതം തിരിച്ചറിയുവാൻ ഈ ദിവ്യകാരുണ്യ ആരാധനയുടെ നേരം അങ്ങ് ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അവിടുത്തെ ഹിതം തിരിച്ചറിയാനായി ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു. കൊച്ചു സാമുവൽ പറഞ്ഞ മറുപടി അങ്ങയുടെ സന്നിധിയിലിരുന്ന് ഞങ്ങൾ ആവർത്തിക്കുന്നു. ദാസനിത അരുളി ചെയ്താലും അങ്ങയുടെ സന്നിധിയിൽ അങ്ങയെ കേൾക്കുവാൻ ഞങ്ങളായിരിക്കുന്നു. അങ്ങയുടെ ദാസരിത അങ്ങ് അരുളി ചെയ്താലും ഞങ്ങൾ ശ്രവിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലിരുന്ന് അവിടുത്തെ ഹിതം തിരിച്ചറിയുന്നതിനു വേണ്ടി നമ്മൾ ദൈവവചനം ധ്യാനിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 3-ാമത്തെ വാക്യം. ഈശോ ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീർന്നിരിക്കുന്നു. ഈശോയുടെ സന്നിധിയിലിരുന്ന്, ദിവ്യകാരുണ്യനാഥൻ്റെ സവിധയിരുന്ന് എഴുതപ്പെട്ട ദൈവവചനം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ആത്മാവും കുടുംബവും വിശുദ്ധീകരിക്കപ്പെടുന്നു. കാരണം ഈശോ പറഞ്ഞ വാക്കുകൾ നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കുന്നതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാം തിരുലിഖിതം. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ജീവിതത്തെ വിശുദ്ധീകരിക്കുന്ന ദൈവവചനം പരിശുദ്ധാത്മാവിനാലും ദൈവീക ജീവനാലും നമ്മുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യുന്നു. ഈ ദൈവവചനത്തിൻ്റെ അഭിഷേകം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട്, ഈ ദൈവവചനം ഹൃദയത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ജീവിതം വിശുദ്ധീകരിക്കപ്പെടുന്നതിനായി ആഗ്രഹിച്ചും പരിശുദ്ധാത്മാവിനാലും ദൈവീക ജീവനാലും നിറയുന്നതിനും വേണ്ടി പ്രാർത്ഥിച്ചും കൊണ്ട് നമുക്ക് അല്പനേരം ദൈവവചനം പഠിക്കുകയും ഈശോയുടെ സന്നിധിയിലിരുന്ന് അവയെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യാം. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ സംഭവിക്കുന്ന രൂപാന്തരീകരണത്തെക്കുറിച്ചും മാറ്റത്തെക്കുറിച്ചുമാണ് ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലിരുന്ന് അല്പനേരം നമ്മൾ ധ്യാനിക്കുന്നത്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഒന്നാമതായി ഈശോ പറഞ്ഞ കാര്യങ്ങൾ പഠിക്കുവാനും അത് ഓർമ്മിച്ചെടുക്കുവാനും നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാമത്തെ വാക്യം. എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ കൃപ ഈശോ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മിച്ചെടുക്കുവാനും ഈശോ പഠിപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമുള്ള അനന്തമായ ദൈവകൃപയും കരുണയും നമുക്ക് ലഭിക്കുന്നുവെന്നുള്ളതാണ് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിക്കുന്ന വലിയ അനുഗ്രഹം. ഈശോ പറഞ്ഞത്, ഈശോ പഠിപ്പിച്ചത് ഓർമ്മിക്കുവാനും ഈശോ പഠിപ്പിച്ചവയെ ജീവിതത്തിൽ പ്രമാണങ്ങളായി സ്വീകരിക്കുവാനും
പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തട്ടെ. പരിശുദ്ധാത്മാവേ, എന്നിൽ, എൻ്റെ കുടുംബത്തിൽ നിറയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ പറഞ്ഞ കാര്യങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനത്തോട് ഉള്ളു നിറഞ്ഞ സ്നേഹം തോന്നാൻ കാരണമാകുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് നിറയുമ്പോഴാണ്. ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെടുന്ന ദൈവവചനത്തോട് അഭേദ്യമായ ബന്ധം പുലർത്താനാകുന്നത് പരിശുദ്ധാത്മാവ് വന്ന് നിറയുമ്പോഴാണ്. അതിനാൽ ദിവ്യകാരുണ്യ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ പറഞ്ഞ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന, ഈശോ പറഞ്ഞ കാര്യങ്ങൾ അനുസ്മരിപ്പിക്കുന്ന, ഓർമ്മിപ്പിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാൻ നമുക്ക് യത്നിക്കുകയും ഈശോയുടെ കരുണയ്ക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. പരിശുദ്ധാത്മാവെ, ഞങ്ങളിൽ നിറഞ്ഞ് ദൈവവചനം ഞങ്ങളെ പഠിപ്പിക്കണമേ എന്നുള്ളതാവട്ടെ ഈ ദിവ്യകാരുണ്യ ആരാധനയുടെ നേരത്ത് നമ്മുടെ ഒന്നാമത്തെ പ്രാർത്ഥന. വീണ്ടും പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന അനന്തമായ കൃപയെക്കുറിച്ച് യോഹന്നാൻ സുവിശേഷകൻ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 8-ാമത്തെ തിരുലിഖിതം. സഹായകനായ പരിശുദ്ധാത്മാവ് വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ വാഗ്ദാനമായ, ഈശോയുടെ സമ്മാനമായ പരിശുദ്ധാത്മാവാണ് എന്ന് മനസ്സിൽ ഓർമ്മിച്ചു വയ്ക്കാം. എന്ത് ചെയ്താലും അതിലൊന്നും കുഴപ്പമില്ല എന്നുള്ള ധാരണയിൽ തെറ്റുകളെപ്പോലും ശരിയായി വ്യാഖ്യാനിക്കുകയും ശരികളൊക്കെയും തെറ്റായി വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന തെറ്റായ സങ്കല്പങ്ങൾ നമുക്ക് ചുറ്റുമുള്ള ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ തെറ്റ് തെറ്റാണ് എന്ന് പറയാനുള്ള കൃപയും അനുഗ്രഹവും തെറ്റിലകപ്പെടാതെ ജീവിതത്തെ പരിശുദ്ധിയിൽ കാത്തുസൂക്ഷിക്കാനുള്ള കൃപയും നമുക്ക് നൽകുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. യെശയ്യാ ഇങ്ങനെ പ്രവചിച്ചിട്ടുണ്ട്: നന്മയെ തിന്മയായും തിന്മയെ നന്മയായും വ്യാഖ്യാനിക്കുന്നവന് ദുരിതം. ഒരു പരിധിവരെ ഇന്നത്തെ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇതൊക്കെ തന്നെയാണ്. തെറ്റുകളെയൊക്കെയും ന്യായീകരിക്കുകയും ഇതിലൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ ഹിതം ലംഘിക്കുകയും ചെയ്യുന്ന ഒരു തിന്മയുടെ ശക്തി നമ്മുടെ ജീവിതങ്ങളെ ഒരിക്കലും കീഴ്പ്പെടുത്താതിരിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയേണ്ടതുണ്ട്. പാപം ചെയ്യാതെ ഹൃദയത്തെ സൂക്ഷിക്കുന്നത്, പാപം ചെയ്യാതെ ജീവിതത്തെ വിശുദ്ധിയിൽ സൂക്ഷിക്കുന്നത്, അതിനുള്ള കൃപ നൽകുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്ന വാക്കുകളുടെയും ചെയ്യുന്ന പ്രവർത്തികളുടെയും കണക്ക് ബോധിപ്പിക്കാൻ നിത്യവിധിയാളനായ ഈശോയുടെ മുമ്പിൽ നമ്മൾ ഓരോരുത്തരും നിൽക്കേണ്ടി വരുമെന്നുള്ള ആ വലിയ യാഥാർത്ഥ്യത്തെക്കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്, ജീവിതത്തിൻ്റെ കുറവുകളെക്കുറിച്ചോർത്ത് അനുതപിച്ച് നീതിവിധിയുടെ ദിവസം ഈശോയുടെ മുമ്പിൽ നിൽക്കേണ്ടതുകൊണ്ട് ദൈവകരുണയിൽ ശരണപ്പെട്ട് അനുതാപത്തിൻ്റെ വഴികളിൽ യാത്ര ചെയ്യുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഈശോ പറഞ്ഞവയൊക്കെയും പഠിപ്പിക്കുകയും അത് ഓർമ്മിപ്പിച്ചു തരികയും ചെയ്യുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമ്മെ ഓർമ്മിപ്പിക്കുന്ന, നമ്മെ പഠിപ്പിക്കുന്ന, ബോധ്യപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു വലിയ ദൈവകൃപയാണ് സത്യത്തിൻ്റെ പൂർണ്ണതയിൽ വ്യാപരിക്കുവാൻ നമുക്കാവുന്നു. സത്യാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 13-ാം തിരുവചനം. സത്യത്തിൻ്റെ പൂർണ്ണത എന്താണ്? അത് ദൈവവചനത്തെക്കുറിച്ചുള്ള അറിവിൻ്റെ പൂർണ്ണതയാണ്. എവിടെയാണത് വായിക്കുന്നത്? യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാമത്തെ വാക്യം. പിതാവേ, സത്യത്താൽ അവരെ അങ്ങ് വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ വചനമാണല്ലോ സത്യം. വചനമായ സത്യത്തിൻ്റെ പൂർണ്ണത കൊണ്ട് കുടുംബം നിറയപ്പെടാൻ, വ്യക്തിജീവിതങ്ങൾ നിറയപ്പെടാൻ, ദാമ്പത്യ ജീവിതങ്ങൾ നിറയപ്പെടാൻ കാരണമാകുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് നിറയുമ്പോഴാണ്. അതിനാൽ ദിവ്യകാരുണ്യനാഥൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നതിനു വേണ്ടി നമുക്ക് ദാഹിക്കാം. ദിവ്യകാരുണ്യനാഥൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുമ്പോൾ സത്യത്തിൻ്റെ പൂർണ്ണത ഉള്ളിൽ നിറയുമെന്നുകൂടി ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം
17 വാക്യം. അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകുന്നില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും? അങ്ങയുടെ ഹിതം ആരറിയും? പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോഴാണ് ദൈവവചനം പഠിക്കാനും സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ജീവിതങ്ങളെ നയിക്കാനും ദൈവഹിതം തിരിച്ചറിയാനും സാധിക്കുന്നത് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതിനാൽ ഈശോയുടെ സന്നിധിയിലിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പഠിപ്പിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ഈശോ പറഞ്ഞതൊക്കെയും ഓർമ്മിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവേ, സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക്, ദൈവഹിതത്തിൻ്റെ പൂർണ്ണതയിലേക്ക്, ദൈവവചനത്തിൻ്റെ കുറിച്ചുള്ള അറിവിൻ്റെ പൂർണ്ണതയിലേക്ക് ഞങ്ങളെ നയിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ, വ്യക്തിജീവിതങ്ങളിൽ വന്ന് നിറയണമേ എന്ന് ഹൃദയം തുറന്ന് ഈശോയുടെ സന്നിധിയിലിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ലഭിക്കുന്ന മറ്റൊരു വലിയ ദൈവിക കൃപയാണ് ഈശോയ്ക്ക് സാക്ഷിയാകാൻ സാധിക്കുന്നുവെന്നുള്ളത്. പേടിച്ചരണ്ടിരുന്ന ശിഷ്യന്മാർ എന്നു തുടങ്ങിയാണ് ധൈര്യപൂർവം ഈശോയുടെ നാമത്തിന് സാക്ഷികളായി മാറിയത്. പന്തക്കുസ്തയ്ക്ക് ശേഷം, പരിശുദ്ധാത്മാവിൻ്റെ വരവിന് ശേഷം, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുമ്പോൾ എതിരാളികളുടെ മുൻപിൽ പോലും നിന്ന് കർത്താവായ ഈശോയ്ക്ക്, ഏകരക്ഷകനായ ഈശോ മിശിഹായ്ക്ക് സാക്ഷ്യം കൊടുക്കാൻ സാധിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനം 1 വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് ഈശോയ്ക്ക് സാക്ഷിയാകാനുള്ള കൃപയ്ക്ക് വേണ്ടി കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. എങ്ങനെയാണ് സാക്ഷിയാവേണ്ടത്? വിശുദ്ധി നിറഞ്ഞ ജീവിതത്തിലൂടെ, ക്ഷമയുള്ള ജീവിതത്തിലൂടെ, സ്നേഹം നിറഞ്ഞ ജീവിതത്തിലൂടെ, വിട്ടുകൊടുക്കാനും തോറ്റുകൊടുക്കാനുമുള്ള കൃപ കൊണ്ട് നിറയപ്പെടുന്ന ജീവിതത്തിലൂടെ, മറ്റുള്ളവരെ അംഗീകരിക്കുന്ന ജീവിതത്തിലൂടെ, അപരൻ്റെ മുമ്പിൽ താഴാനുള്ള കൃപ നേടുന്ന ജീവിതത്തിലൂടെ, സ്നേഹമെന്ന വലിയ ഫലം കൊണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ഫലം കൊണ്ട് ഈശോയ്ക്ക് സാക്ഷിയാകാനുള്ള കൃപ ഈ ആരാധനാ സമയത്ത് നമ്മുടെ ജീവിതങ്ങളിൽ നിറയപ്പെടുന്നതിന് വേണ്ടി കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ലഭിക്കുന്ന മറ്റൊരു വലിയ ദൈവിക കൃപയാണ് മറ്റുള്ളവരുടെ സങ്കടം തിരിച്ചറിയാനാകുന്നു എന്നുള്ളത്, മറ്റുള്ളവരെ സഹായിക്കാനാകുന്നു എന്നുള്ളത്. എവിടെയാണിത് കാണുന്നത്? പരിശുദ്ധ അമ്മയുടെ ജീവിതം ഒന്ന് പരിശോധിക്കാം. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് അത്യുന്നതൻ്റെ ശക്തിയുടെ ആവാസത്താൽ അനുഗ്രഹിക്കപ്പെട്ട പരിശുദ്ധ അമ്മയുടെ ജീവിതം ഏലീശ അമ്മയുടെ വീട്ടിലേക്ക് യാത്രയാവുന്നു. എന്തിനാണ് ഏലീശ പുണ്യവതിയെ പരിശുദ്ധ അമ്മ സന്ദർശിക്കുന്നത്? ഏലീശ അമ്മയ്ക്ക് ശുശ്രൂഷ ചെയ്യുവാൻ, ശുശ്രൂഷ ആവശ്യമുള്ളവർക്ക് ശുശ്രൂഷ ചെയ്തു കൊടുക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതും സഹായിക്കുന്നതും ബലപ്പെടുത്തുന്നതും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. കാനായിലെ കല്യാണ വീട്ടിൽ ഒരു വീടിൻ്റെ സങ്കടം തിരിച്ചറിഞ്ഞ് ആ സങ്കടത്തിൽ ഇടപെടണമേ എന്ന് ഈശോയോട് അപേക്ഷിക്കാൻ മാത്രം പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടായിരുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമ്മെ ബോധ്യപ്പെടുത്തുന്ന, സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മെ നയിക്കുന്ന, ഈശോ പറഞ്ഞതൊക്കെയും നമ്മെ അനുസ്മരിപ്പിക്കുന്ന, ഈശോയ്ക്ക് സാക്ഷിയാകാൻ നമ്മെ സഹായിക്കുന്ന, അപരൻ്റെ സങ്കടങ്ങൾ തിരിച്ചറിയാനുള്ള കൃപ നൽകുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാൻ ഈ ആരാധനാ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങ് ജ്ഞാനത്തെയും പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് അയച്ച് തരുന്നില്ലെങ്കിൽ അങ്ങയുടെ ഹിതം അറിയുവാൻ ആർക്ക് കഴിയുമെന്ന ജ്ഞാനത്തിൻ്റെ പുസ്തകം 9 തിരുലിഖിതം ഞങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മിക്കുന്നു. അങ്ങയുടെ ഹിതം, ദൈവവചനത്തിൽ വെളിപ്പെടുത്തപ്പെട്ട അങ്ങയുടെ ഹിതം മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ മനസ്സിനെ ഉജ്ജ്വലിപ്പിച്ച അവിടുത്തെ കാരുണ്യത്തെ ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈശോയെ, ഞങ്ങൾ ആരാധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിറയുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന അനന്തമായ കൃപകളെക്കുറിച്ച് ഞങ്ങൾ ഓർമ്മിക്കുന്നു. അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാതെ പോയാൽ എത്രയോ വേദനാജനകമായിരിക്കും ഞങ്ങളുടെ ജീവിതങ്ങൾ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുമ്പോഴാണ്
പാപത്തിൻ്റെ മേൽ വിജയം ലഭിക്കുന്നത് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുമ്പോഴാണ് ദൈവവചനം പഠിക്കാനുള്ള കൃപ ലഭിക്കുന്നത് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുമ്പോഴാണ് ഈശോയെ അവിടത്തേക്ക് സാക്ഷിയാകുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നത് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങളുടെ കൂടെ ജീവിക്കുന്നവരുടെ സങ്കടങ്ങൾ കാണുവാനും അവർക്ക് നന്മ ചെയ്യുവാനും അവരെ സഹായിക്കുവാനും സ്നേഹമെന്ന പരിശുദ്ധാത്മ ഫലം കൊണ്ട് അങ്ങേക്ക് സാക്ഷിയാകുവാനും ഞങ്ങൾക്ക് സാധിക്കുന്നത് അവിടുത്തെ ആത്മാവിനാൽ നിറയപ്പെടുമ്പോഴാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതം വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ലെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈശോയെ, അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. ദൈവവചനം പഠിക്കാനുള്ള ഞങ്ങളുടെ ആഗ്രഹം, സത്യത്തിൻ്റെ പൂർണ്ണതയാൽ നിറയപ്പെടാനുള്ള ഞങ്ങളുടെ ആഗ്രഹം, അവിടത്തേക്ക് സാക്ഷിയാകാനുള്ള ഞങ്ങളുടെ ആഗ്രഹം, തെറ്റ് തെറ്റാണ് എന്ന് തിരിച്ചറിയാനുള്ള ഞങ്ങളുടെ ആഗ്രഹം, തിന്മയിൽ നിന്നും അകന്ന് വിശുദ്ധിയിൽ ജീവിതത്തെ കാത്തുസൂക്ഷിക്കുവാനുള്ള ഞങ്ങളുടെ ആഗ്രഹം അവിടുത്തെ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ആത്മാവാം ദൈവമേ വരണേ. ഈശോയെ നോക്കി പാടാം. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധാത്മാവായ ദൈവമേ നിറയണമേ. ആത്മാവാം ദൈവമേ വരണേ. സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കുവാൻ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കുവാൻ ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോൾ ശക്തിയാൽ എന്നിൽ നിറഞ്ഞിടണേ. ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോൾ ശക്തിയാൽ എന്നിൽ നിറഞ്ഞിടണേ. ചേർന്ന് പാടാം. ആത്മാവാം ദൈവമേ വരണേ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ. ദൈവവചനം പഠിക്കാനുള്ള കൃപ കൊണ്ട് നിറയപ്പെടട്ടെ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. വചനത്തിൻ ശക്തി എന്നിൽ നിറച്ച് വരങ്ങളാൽ നിറച്ചെന്നെ നയിക്കൂ. വചനത്തിൻ ശക്തി എന്നിൽ നിറച്ച് വരങ്ങളാൽ നിറച്ചെന്നെ നയിക്കൂ. ചേർന്ന് പാടാം. ആത്മാവാം ദൈവമേ വരണേ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ. നിറയണമേ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. കർത്താവായ ഈശോയെ, ഒരുപാട് സങ്കടപ്പെടുന്ന മനുഷ്യർ ഞങ്ങളുടെ ചുറ്റുമുണ്ട്. അവരിലേക്ക് കൂടി അങ്ങയുടെ സ്നേഹം പകരാനുള്ള ദൗത്യം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. സങ്കടപ്പെടുന്നവരെ ആശ്വസിപ്പിക്കുവാൻ, സഹായം ആവശ്യമുള്ളവർക്ക് സഹായം പകർന്നു കൊടുക്കുവാൻ, ഞങ്ങളുടെ ശുശ്രൂഷ വഴി അങ്ങയുടെ സ്നേഹം ആരൊക്കെ തിരിച്ചറിയണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുവോ അവരുടെയൊക്കെ പക്കലേക്ക് ഓടിച്ചെല്ലുവാൻ പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് ശുശ്രൂഷ ആവശ്യമുള്ള വേളകളിൽ ക്രിയാത്മകമായി ഇടപെടുവാനൊക്കെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് വേണം. അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ.
പന്തക്കുസ്ത അനുഭവം തരണേ. പുതു സൃഷ്ടിയാ എന്നെ മാറ്റണേ. പന്തക്കുസ്ത അനുഭവം തരണേ. പുതു സൃഷ്ടിയാ എന്നെ മാറ്റണേ. ആത്മാവാം ദൈവമേ വരണേ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദിവ്യകാരുണ്യമായ ഈശോയെ, ദൈവം അളന്നല്ല ആത്മാവിനെ നൽകുന്നത് എന്ന് അങ്ങ് അരുളിച്ചെയ്തത് ഞങ്ങൾ ഓർമ്മിക്കുന്നു. തന്നോട് ചോദിക്കുന്നവർക്കൊക്കെയും എത്രയധികമായി അവിടുന്ന് പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല എന്നും അങ്ങ് അരുളിച്ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങയുടെ വചനത്തിൻ്റെ ശക്തിയിൽ ഉറച്ചു വിശ്വസിച്ച് ദൈവാത്മാവിനാൽ നിറയപ്പെടുന്നതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാൻ, മറ്റുള്ളവരോട് സ്നേഹത്തിൽ വ്യാപരിക്കുവാൻ, നന്മയുള്ള വാക്കുകൾ സംസാരിക്കുവാൻ, പാപത്തിൽ നിന്ന് മോചനം നേടുവാൻ, അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകിയ ജീവിതം അങ്ങയുടെ വചനത്തിൻ്റെ സാക്ഷിയാക്കി ഞങ്ങളെ മാറ്റുന്നതിന് കാരണമായി മാറുവാൻ ഒക്കെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഞങ്ങൾക്ക് വേണം. അങ്ങയുടെ വാഗ്ദാനമായി പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ദൈവ വചനത്തോടുള്ള സ്നേഹം ഈശോയെ, പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ ഉള്ളിൽ നിറയ്ക്കണമേ. സത്യസന്ധമായി വ്യാപരിക്കുന്ന സത്യത്തിൻ്റെ പൂർണ്ണത ഞങ്ങളുടെ ഉള്ളിൽ നിറയ്ക്കണമേ. പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കുവാനുള്ള വിശുദ്ധിയുടെ അഭിഷേകം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കണമേ. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ന്യായവിധിയുടെ ദിവസം ഈശോയുടെ സന്നിധിയിൽ നിൽക്കുവാനുള്ള കെൽപ്പും ബലവും ഞങ്ങൾക്ക് നൽകണമേ. അതനുസരിച്ച് ജീവിതത്തെ വിശുദ്ധിയിൽ ക്രമപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകിയ ജീവിതം അങ്ങേക്ക് സാക്ഷ്യം നൽകുന്നതിന് കാരണമായി മാറുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ നിറയട്ടെ. പരിശുദ്ധ അമ്മയെപ്പോലെ മറ്റുള്ളവരുടെ സങ്കടങ്ങൾ തിരിച്ചറിയുവാൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഞങ്ങളെ സഹായിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയിലേക്ക് നോക്കി നമ്മുടെ എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളും പ്രത്യേകമായ പ്രാർത്ഥനകളും മനസ്സിൻ്റെ ആകുലതകളുമൊക്കെ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കാം. രോഗികളായിരിക്കുന്നവരെ പ്രത്യേകം ഓർമ്മിക്കാം. ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദത്തിൻ്റെ നേരം അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ രോഗങ്ങളിൽ നിന്ന് രോഗികൾക്ക് വിടുതൽ ലഭിക്കട്ടെ. ഈശോയുടെ അനന്തമായ കരുണയാൽ മനസാന്തരത്തിൻ്റെ കൃപകൾ കൊണ്ട് നമ്മുടെ ഉള്ളം നിറയട്ടെ. പാപങ്ങളിൽ നിന്ന് മോചനം നേടി ജീവിതത്തെ വിശുദ്ധിയിൽ കാത്തുസൂക്ഷിക്കാനുള്ള അഭിഷേകം ദിവ്യകാരുണ്യനാഥൻ നമ്മുടെ കുടുംബങ്ങളിൽ ചൊരിയട്ടെ. കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അനുദപിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ നമ്മെ അനുഗ്രഹിച്ചുയർത്തുമെന്ന് നമുക്ക് ഹൃദയത്തിൽ ഉറച്ചു വിശ്വസിക്കാം. കർത്താവേ, എന്നോട് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ച ആരെയും ഈശോ തള്ളിക്കളഞ്ഞിട്ടില്ലല്ലോ. ദിവ്യകാരുണ്യനാഥൻ ആശീർവദിക്കുമ്പോൾ ഈശോയെ, ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ, ഞങ്ങളുടെ നാടിൻ്റെ മേൽ ഒക്കെ കരുണയായിരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും
വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ. നിർമ്മലരാ ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.